ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറേ പേര് എല്ലാ വീഡിയോസിന്റെ കമന്റ്സിലും ഒരേപോലെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അതായത് ഏത് ബുക്ക് പഠിക്കണം, ഏത് ആപ്പാണ് യൂസ് ചെയ്യണത്, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസിന് റിപ്ലൈ ആയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഇത് കൂടാണ്ട് നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അതിനുള്ള ആൻസേഴ്സ് ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. അതില് സൈലത്തിലെ ഏത് ബാച്ചാണ് എടുത്തിട്ടുള്ളത്? ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം സൈലത്തിലെ ഓൺലൈൻ കോച്ച് എടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ബാച്ച് എടുത്തിട്ടുള്ളത് കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം പേർക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. എന്നാലും ഞാൻ പറയാം, കമ്പനി ബോർഡ് LGSന്റെ ഫസ്റ്റ് ബാച്ച് ആണ് കേട്ടോ. അത് 1499 അങ്ങനെ എന്തായിരുന്നു, 1499 ആയിരുന്നു. ഓഫറിൽ 1299 അങ്ങനെ എന്തോ ആ ഒരു പ്രൈസിനായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൊക്കാസ്പീഡിയ ഓർ സൈലം ഏതാണ് ബെസ്റ്റ് എന്ന് വേറൊരു കമന്റ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് പറയുകയാണെങ്കിൽ രണ്ടും സെയിം ഒരു ബെറ്റർ ആണ്. സെയിം ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൊക്കാസ്പീഡിയ ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിലും പക്ഷെ ഞാൻ അതിന്റെ കറണ്ട് അഫയേഴ്സ്, അവരിടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതെല്ലാം ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് സൈലാണ് ബെറ്റർ അല്ലെങ്കിൽ വൊക്കാസ്പീഡിയ ആണ് ബെറ്റർ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ സൈലത്തിനും അതിൻ്റെതായ പോരായ്മകളുണ്ട്. കാരണം ഇപ്പൊ അവർ ക്ലാസ് ഒക്കെ കുറച്ചാണ് ഇട്ട് തരുന്നത്. അതുപോലെ എല്ലാ ദിവസവും എക്സാംസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എക്സാംസ് ഒക്കെ കുറവാണ്. അപ്പൊ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് അതിൻ്റെതായ കാര്യങ്ങൾ കുറവുകളും സൈലത്തിനുണ്ട്. പക്ഷെ വൊക്കാസ്പീഡിയ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. സൈലവും രണ്ടും ഒരേപോലെ. എനിക്ക് അതിന് ഏതിനെ കുറ്റം പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല, ഏതിനെ നല്ലത് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഈ രണ്ടും ഞാൻ ഫോളോ ചെയ്യുന്നത് കൊണ്ടും എനിക്ക് രണ്ടും യൂസ്ഫുൾ ആയി തോന്നി. പക്ഷെ ഇനി ഒരു സൈലത്തിൽ ഞാനൊരു ബാച്ച് എടുക്കില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കമന്റ് അതിന്റെയാണ്, ജെറിൻ സാറ് പോയോ എന്നുള്ളത്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജെറിൻ സാറ് ഇങ്ങനെ ടെലിഗ്രാം ചാനലിൽ വലിയൊരു പാരഗ്രാഫ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഷോക്കായി. കാരണം സാറ് റിസൈൻ ചെയ്യണം, സാറിന് ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സാർ ഉള്ളതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് സൈലം എടുക്കാൻ കാരണം സാറിന്റെ ക്ലാസ് കണ്ടിട്ട് മാത്സ് പഠിക്കാനുള്ള റീസൺ തന്നെ സാറിന്റെ ക്ലാസ് ആണ്. ബേസ് ലെവൽ തൊട്ടിട്ട് ഏതൊരു കുട്ടിക്കും മാത്സ് ഒട്ടും അറിയാത്ത കുട്ടിയാണെങ്കിൽ പോലും സാറിന്റെ ക്ലാസ് കണ്ടുകഴിഞ്ഞാൽ അത്രയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ആണ് സാറ് പ്രൊവൈഡ് ചെയ്യണം. പക്ഷെ പെട്ടെന്ന് ആ സാറ് പോവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെയായി. പക്ഷെ എനിക്ക് ഇത്രയും കാലം സൈലത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടും അവരുടെ എല്ലാം അറിഞ്ഞതുകൊണ്ട് ഞാൻ ഇനി ഒരു ബാച്ച് സൈലത്തിൽ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒന്നല്ലെങ്കിൽ ഓഫ്ലൈൻ പോകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓൺലൈൻ കോച്ച് പറഞ്ഞ വൊക്കാസ്പീഡിയ അല്ലെങ്കിൽ എൻട്രി ഏതെങ്കിലും നോക്കാൻ വിചാരിച്ചു. സൈലം ഒരു വട്ടം എടുത്തത് കൊണ്ട് എനിക്ക് ഇനി ഒരു സാറും പെട്ടെന്ന് പോവാണ് എന്ന് പറഞ്ഞു. സാറ് മാർച്ചിലെങ്ങാണ്ടാണ് പോണത്. എന്നാലും സാറ് പോവാണെന്ന് പറഞ്ഞതുകൊണ്ടും എനിക്ക് എന്തോ ഓൾറെഡി സാറ് ഉള്ളത് കൊണ്ടാണ് ആ ബാച്ച് എടുത്തത്. അപ്പൊ അതുകൊണ്ട് ഞാൻ സൈലം ഞാൻ ഇനി പർച്ചേസ് ചെയ്യില്ല കേട്ടോ. അത് സൈലത്തിന് കുറ്റം പറഞ്ഞിട്ടല്ല ഞാൻ പറയണേ, പക്ഷെ എനിക്കെന്തോ അത് വേണ്ടാന്ന് തോന്നി. ഓക്കെ, ഇനി 10th ലെവലിന് വേണ്ടിയുള്ള റാങ്ക് ഫയൽ പറഞ്ഞു തരുമോ? അതായത് 10th ലെവൽ എക്സാംസിന് വേണ്ടിയുള്ള റാങ്ക് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10th ലെവലിന്റെ മെയിൻസിന്റെ റാങ്ക് ഫയൽ ആയിരിക്കും. യൂസ് ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, ഒരു റാങ്ക് ഫയൽ വാങ്ങിക്കുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ +2 ലെവൽ അല്ലെങ്കിൽ 10th ലെവൽ വാങ്ങിക്കുക കോമൺ ആയിട്ട്. ഡിഗ്രി ലെവൽ ആണെങ്കിൽ അതിൻ്റെതായ സിലബസും കാര്യങ്ങളും വേറെ ആണല്ലോ, അപ്പൊ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. പക്ഷെ എല്ലാത്തിനും കൂടെ ഒരു റാങ്ക് ഫയൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു കമന്റ് ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നാണ്, ഇനി പഠിച്ചു തുടങ്ങിയാൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് നമുക്ക് എക്സാംസിന് ഒരു 3 മാസം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഇന്ന് തൊട്ട് പഠിക്കുകയാണെങ്കിൽ, ഒരു 3 മാസം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ 3 മാസം കൊണ്ടൊക്കെ നമുക്ക് ആ ബേസ് എടുത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഒക്കെ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റും. വലിയൊരു റാങ്ക് ഒന്നും ഞാൻ പറയണില്ല, പക്ഷെ രാവിലെ തൊട്ട് ഫുൾ ടൈം പഠിക്കണം. അല്ലാതെ രാവിലെ കുറച്ചൊരു ഫോൺ നോക്കി ഇരിക്കുക, ബാക്കിയുള്ള ടൈം അങ്ങനെയല്ല. ഫുൾ ടൈം പഠിക്കണം. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിട്ട് നമുക്കൊരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഓൾഡ് SCRT പഠിക്കണോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൾഡ് SCRT പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തമായിട്ട് പഠിക്കണ്ട, പക്ഷെ ന്യൂ SCRTക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മെയിൻ ആയിട്ട് ന്യൂ SCRT ഫോളോ ചെയ്തിട്ട് പഴയ SCRT ജസ്റ്റ് മനസ്സിലാക്കുക, വായിച്ച് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് പുതിയ SCRT നന്നായി പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അത് എല്ലാവർക്കും അങ്ങനെ ആണെന്നില്ല. പലരും പറയണം ഓൾഡ് SCRT പഠിക്കണം, ന്യൂ SCRT പഠിക്കണം. പക്ഷെ ഞാൻ ഓൾഡ് SCRT പഠിക്കണം എന്ന് ഞാൻ പറയില്ല.
പക്ഷെ എന്നാലും അതിന്റെ എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊക്കെ അറിഞ്ഞു വെക്കണം. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കണം. പക്ഷെ ന്യൂ SCERTക്ക് നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, CA ഏതാ ഫോളോ ചെയ്യുന്നത്? വൊക്കാസ്പീഡിയ ആണോ സൈലം PC ആണോ ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ പറയുകയാണെങ്കിൽ സൈലം തരുന്ന നോട്ട്സ് ഞാൻ എഴുതിയെടുക്കാറുണ്ട്. അതുപോലെ തന്നെ വൊക്കാസ്പീഡിയയുടെ എല്ലാ വീക്കിലിയും മന്ത്ലി അവർ കറണ്ട് അഫയേഴ്സ് ഇടുന്നത് ഞാൻ PDF ഡൗൺലോഡ് ചെയ്ത് പഠിക്കാറുണ്ട്. അതുകൊണ്ട് രണ്ടും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടെ വൊക്കാസ്പീഡിയ ബെറ്റർ ആണ്. ഓക്കെ, ഇനി 6, 8, 10 PC പള്ളിക്കൂടം ഇറങ്ങിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ മുന്നേ 5, 7, 9 ക്ലാസ്സത്തെ ഇറങ്ങിയപ്പോൾ ഈ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസിൽ ചോദിച്ചതാണ്. 6, 8, 10ന്റെ PC പള്ളിക്കൂടം ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി പള്ളിക്കൂടം PC പള്ളിക്കൂടം ഓർ SCERT അറിവിടം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് PC പള്ളിക്കൂടം ആണ്. അതെനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് തോന്നി. എല്ലാ പോയിന്റ്സും അതിലുണ്ട്. 1-2 പോയിന്റ്സ് ചെയ്ത് 9ാം ക്ലാസ്സിലത്തെ ഏത് ചാപ്റ്റേഴ്സ് 1-2 പോയിന്റ്സ് ഇല്ല. പക്ഷെ ബാക്കിയില്ല കുഴപ്പമില്ലാണ്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. വാരി വലിച്ചിട്ടൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പോലെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പഠിക്കാനും കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, ഇനി ബുക്സ് ഏതൊക്കെ പ്രിഫർ ചെയ്യണം പറഞ്ഞു തരുമോ? അതായത് ഒരു എക്സാമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, വലിയ ഐഡിയ ഒന്നുമില്ല. നിങ്ങളൊരു എക്സാമിന് ഇപ്പൊ PCയുടെ എക്സാമിന് ഇറങ്ങുകയാണെങ്കിൽ, ഞാൻ ഇപ്പൊ തുടക്കം ഇറങ്ങുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു ബുക്കും ഇല്ലായിരുന്നു. ഞാൻ മെറ്റീരിയൽസ് മാത്രം വെച്ച് പഠിച്ച ഒരാളാണ്. അപ്പോ ബുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ കയ്യിൽ ഒരു റാങ്ക് ഫയൽ ഉള്ളത് നല്ലതാണ്. റാങ്ക് ഫയൽ വാങ്ങിക്കുകയാണെങ്കിൽ 10th ലെവല് പ്ലസ് 2 ലെവല് വാങ്ങിക്കാം. അല്ലാതെ ബുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒന്നല്ലെങ്കിൽ PYQ ബുക്ക് വാങ്ങുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ SCERTന്റെ ഗൈഡ് കിട്ടുമല്ലോ, അത് വാങ്ങിക്കുക. അല്ലാതെ സെപ്പറേറ്റ് വേറെ ഇംഗ്ലീഷിനും മലയാളത്തിനും ബുക്ക് വാങ്ങിക്കണവർക്ക് വാങ്ങിക്കാം. പക്ഷെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റണമെന്നില്ലല്ലോ. പൈസ ഇല്ലാത്തവരുണ്ടാവും, അതുപോലെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ബുക്ക് വാങ്ങിക്കണമെന്നില്ല. മെയിൻ ആയിട്ട് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. അതുപോലെ യൂട്യൂബ് എന്ന വിശാലമായ ലോകം തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊരു ടോപ്പിക് സെർച്ച് ചെയ്ത് കൊടുത്താലും യൂട്യൂബിൽ ഉണ്ടാകും. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബ് ഫോളോ ചെയ്യുക, ടെലിഗ്രാം ചാനൽസും ഫോളോ ചെയ്യുക. ഓക്കെ, ഇനി ഡിഗ്രി ഇപ്പൊ എന്നെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഡിഗ്രി ആണോ ഇപ്പൊ ചെയ്യുന്നത്? PC കോച്ചിങ് ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നേരത്തെ പോലെയുള്ള സൈലത്തിന്റെ കോച്ചിങ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒപ്പം ഞാൻ ഡിഗ്രി BA സോഷ്യോളജി ആണ് ചെയ്യുന്നത്. 3rd ഇയർ ആയി. ഈ വർഷം കഴിഞ്ഞാൽ ഡിഗ്രി കഴിയും. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ PDF എവിടെ നിന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുന്നത്തെ വീഡിയോസ് ഞാൻ എന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ PDF കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പ്രയാണം ഇന്നലകളിലൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ടെലിഗ്രാം ചാനലിൽ നിന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചതാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ബൈൻഡ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, ഇനി സൈലം ക്ലാസ് PC ബിഗിനേഴ്സിന് നല്ലതാണോ? ഓഫ്ലൈൻ കോച്ചിങ് ഓർ സൈലം ഓൺലൈൻ കോച്ചിങ്? ഞാൻ ഏതാണ് അവർക്ക് പ്രിഫർ ചെയ്ത് കൊടുക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ചേച്ചിക്ക് ഓഫ്ലൈൻ ആണോ ഓൺലൈൻ സ്റ്റഡി ആണോ ബെറ്റർ ആയിട്ട് തോന്നിയെന്ന് ചോദിച്ചിട്ടുണ്ട്. മുന്നേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓഫ്ലൈൻ ആയിരിക്കും PC ബിഗിനേഴ്സിന് ഞാൻ പ്രിഫർ ചെയ്യുക. കാരണം ഒരു ബേസ് ലെവൽ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകണം നല്ലതായിരിക്കും. കാരണം PSയുടെ ചോദ്യങ്ങൾ എങ്ങനെയാണ്, അതുപോലെ വരാൻ പോകുന്ന എക്സാം പാറ്റേൺസ്, കുറെ കാര്യങ്ങൾ, അതുപോലെ കമ്പൈൻ സ്റ്റഡിന്റെ ഗുണങ്ങള്, അതുപോലെ ഒരാൾ വായിക്കുക ഒരാൾ കേൾക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, ഫ്രണ്ട്സ് വഴി കുറെ ക്വസ്റ്റ്യൻസ് കേൾക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ നിന്ന് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇപ്പറഞ്ഞ തുടക്കം തന്നെ ഓൺലൈൻ കോച്ചിങ്ങിന് അറിയാം. ഇപ്പൊ ഞാൻ ഓൺലൈൻ കോച്ചിങ് എടുത്തുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവര് ലൈവ് ഇടുന്നു, നമുക്ക് ലൈവ് സമയത്ത് കയറാൻ പറ്റില്ല. ചിലപ്പോൾ 9:30 ആയിരിക്കും, ചിലപ്പോൾ 10 മണിക്ക് ആയിരിക്കും, ചിലപ്പോൾ 7, 6 ആ സമയത്തൊക്കെ ആയിരിക്കും. അപ്പൊ വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ സമയം കണ്ടെത്തണം. സമയം നമ്മുടെ കൂടെ നിൽക്കില്ല, പോയിക്കൊണ്ടിരിക്കും. നമ്മൾ സമയം കണ്ടെത്തിയിട്ട് അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണം. പക്ഷെ എന്നിരുന്നാലും ഓൺലൈൻകാട്ടിലും യൂസ്ഫുൾ ഓഫ്ലൈൻ ആണ്. പക്ഷെ ഓഫ്ലൈൻ ക്ലാസ്സിന് അതിൻ്റെതായ സമയപരിധികൾ ഉണ്ടാവും. പോയി വരാനുള്ള സമയം ഇല്ലാത്തവരുണ്ടാവും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഓൺലൈൻ ആണ് ബെറ്റർ. പക്ഷെ എന്നാലും ഓഫ്ലൈൻ ആണ് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈലം ക്ലാസ് ലാപ്ടോപ്പിൽ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൈലം ക്ലാസ് ലാപ്ടോപ്പിൽ അത് ഗൂഗിൾ ക്രോമിൽ പോയി കഴിഞ്ഞാൽ സൈലം ആപ്പ് എന്ന് സെർച്ച് അല്ലെങ്കിൽ സൈലം ലേണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ വരും. അതിൽ ഫസ്റ്റത്തെ ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്ത് തന്നെ നമുക്ക് സൈലം ക്ലാസ് നമുക്ക് ലാപ്ടോപ്പിൽ കിട്ടും കേട്ടോ. ഓക്കെ, ഇനി ലക്ഷ്യറുടെ റാങ്ക് ഫയൽ ഡിഗ്രിയുടെ മുഴുവൻ പഠിച്ചാൽ നടക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. റാങ്ക് ഫയലിന്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ റാങ്ക് ഫയൽ പഠിക്കാൻ അങ്ങനെ നിൽക്കാറില്ല.
ഡിഗ്രിയുടെ ഒക്കെ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ജോലിയൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ അടുത്ത ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ആൻസർ ചെയ്ത് നോക്കാനുള്ള OMRഉം അതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ എവിടെ കിട്ടുന്നതാണ്. നമ്മുടെ ഈ ആഴ്ചയിൽ വരുത്തുന്ന തൊഴിൽ വീതിയിൽ OMR ഷീറ്റ് ഉണ്ട്, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാവും. അതല്ലാതെ നമുക്ക് OMR ബുക്ക് വാങ്ങിക്കാം. ഈ OMR ബുക്കിന്റെ ലിങ്ക് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അത് വാങ്ങിച്ചിട്ട് അതിനുശേഷം അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാം. ഇപ്പൊ പറഞ്ഞ പോലെ വൊക്കാസ്പീഡിയ എന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യാം. പിന്നെ ഈ SCERT ടെക്സ്റ്റ് ബുക്ക് എവിടുന്ന വാങ്ങി ചോദിച്ചിട്ടുണ്ട്. ഓൺലൈനിൽ അവൈലബിൾ ആണ്, അത് ഷോപ്പിൽ പോയി ചോദിച്ചാലും കിട്ടുട്ടോ. ഓക്കെ, ഇനി നമ്മുടെ CA 2020 മുതലൊക്കെ വേണോ, 2025 മുതൽ പോരെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ 2024 അല്ല 23 തൊട്ടിട്ടെങ്കിലും നമ്മൾ പഠിക്കണം. മെയിൻ ആയിട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ നന്നായി പഠിക്കണം. ഇതിന്റെ കൂടെ 24ഉം 23ഉം നമ്മൾ നോക്കിയേ പറ്റുള്ളൂ. ഓക്കെ, എങ്ങനെയാണ് കോളേജ് സ്റ്റഡീസും PSCയും മാനേജ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ കോളേജ് സ്റ്റഡീസ് അത്ര ഇമ്പോർട്ടൻസ് അങ്ങനെ മെയിൻ ആയിട്ട് കൊടുക്കാറില്ല. ഈ 6 മാസം മുന്നേ തന്നെ പഠിച്ചു തുടങ്ങുന്നില്ല. 2 മാസം മുന്നേ നന്നായി ഇരുന്ന് പഠിച്ച് എക്സാംസിന്റെ 1 മാസം മുന്നേ ഫുൾ ടൈം ഉച്ച വരെയൊക്കെ അത് നോക്കി, ഉച്ചയ്ക്ക് ശേഷം PSC നോക്കി, അങ്ങനെയാണ് പഠിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ടൈമർ എവിടുന്ന് വാങ്ങിച്ചേ ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, സിലബസ് ബേസ്ഡ് SCERT ബുക്ക് മാത്രമാണോ പഠിക്കുന്നത്, അതോ റാങ്ക് ഫെയിൽ നോക്കുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ട്. SCERT ബുക്ക് നോക്കുന്നുണ്ട്, കൂടെ റാങ്ക് ഫെയിൽ എനിക്ക് ഏതെങ്കിലും ടോപ്പിക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതെടുത്ത് ജസ്റ്റ് എന്താണ് ആ ടോപ്പിക് എന്ന് നോക്കാൻ വേണ്ടി റാങ്ക് ഫെയിൽ യൂസ് ചെയ്യും. അതല്ലാണ്ട് ഞാൻ വേറെ ഒന്നും റാങ്ക് ഫെയിൽ അതിന് വേണ്ടിയിട്ടല്ലാണ്ട് യൂസ് ചെയ്യില്ല. ഓക്കെ, ഇന്ന് തൊട്ട് പഠിക്കുകയാണെങ്കിൽ ഡെയിലി എത്ര ടോപ്പിക് പഠിക്കണം എന്ന് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്ന് തൊട്ട് പഠിക്കേണ്ട ഒരു 4 ടോപ്പിക് എങ്കിലും ഒരു ദിവസം വെച്ച് പഠിക്കണം. പക്ഷെ പറ്റിയില്ലെങ്കിൽ 3 ടോപ്പിക് അനുസരിച്ചാലും മതി. ഒരു ടോപ്പിക് 2 ദിവസം 3 ദിവസം കൊണ്ടായാലും കുഴപ്പമില്ല. അങ്ങനെ വെച്ചാൽ നിങ്ങളുടെ ഏതാ സൗകര്യം അതിനനുസരിച്ച് പഠിക്കുക. ചിലപ്പോൾ രാവിലെ 5 മണി തൊട്ടിട്ട് 10:30 വരെ പഠിക്കാൻ സമയമുള്ളവരുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ചോദിക്കാനോ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ PSCനെ പറ്റിയോ അല്ലെങ്കിൽ ഇതിനെ പറ്റി ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ വന്നിട്ട് ചോദിച്ചാൽ മതി. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പാടെ കൂട്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ ബുക്സിന്റെയും ടൈമറിന്റെയും അതേപോലെ വേറെ എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു, OMR ബുക്കിന്റെയും ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. വാങ്ങിക്കാൻ താല്പര്യമുള്ളവര് പോയി വാങ്ങിക്കാം. യൂസ്ഫുൾ ആയിരിക്കട്ടെ. നമ്മുടെ OMR ഒക്കെ അതിൽ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലാണ്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. അതുപോലെ പഠിക്കണതെല്ലാം വൃത്തിക്ക് പഠിക്കുക. ഇനി പഠിച്ചു തുടങ്ങാത്തവര് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 3 മാസം കൊണ്ടെങ്കിലും സിലബസ് കംപ്ലീറ്റ് ആക്കണം. അതിനുശേഷം റിവിഷൻ ഒക്കെ ചെയ്തിട്ട് നല്ല രീതിക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചു പോവുക. മലയാളം, ഇംഗ്ലീഷ്, മാത്സിനൊക്കെ എല്ലാ ദിവസവും ഒരു 3/4 മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. മാത്സ് ഒക്കെ ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. മാത്സ് ഒക്കെ അറിയാത്തവർക്ക് ഈ പറഞ്ഞ പോലെ ജെറിൻ സാറുടെ യൂട്യൂബ് ചാനൽ കണ്ടു കഴിഞ്ഞാൽ മാത്സ് ഒക്കെ അടിപൊളിയായി പഠിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചെയ്യുക. പിന്നെ നമ്മുടെ SCERT ചാപ്റ്റേഴ്സിന്റെ ലൈവ് ക്ലാസ് നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും 6 മണിക്ക് നടക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ക്ലാസ് വന്ന് ലൈവിൽ കാണുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ ലൈവായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇതുവരെ കണ്ടുവരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിച്ചു. താങ്ക്